നമ്മുടെ 10 ലക്ഷം രൂപയുടെ വീടെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള ഇതാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഗുണഭോക്താക്കളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ഇപ്പോഴും നമ്മൾ ഭൂമി ഉള്ളവർക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. 2 സെന്റെങ്കിലും മിനിമം ഭൂമി ഉള്ളവർക്കാണ് ഇപ്പോഴും വീട് വെച്ചു കൊടുക്കുന്നത്. കഴിവതും ഈ പ്രദേശത്തും ഒക്കെയുള്ള കത്തോലിക്കാർ മാത്രമല്ല ഇതര മതസ്ഥരായിട്ടുള്ള വ്യക്തികളെ പൊതുവായിട്ട് പാവപ്പെട്ട നിരാലംബരായിട്ടുള്ള വ്യക്തികളാണ് എന്ന് കണ്ടെത്തുന്നവരെ നമ്മൾ പരിഗണനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീട് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ ഒരു വീടിൻ്റെ ഒരു 4 വീടാണ് പൂർത്തിയായത്. ഈ വർഷം 4 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഒരു വീട് സാങ്ഷന് ടെക്നിക്കൽ എന്തോ ഒരു പെർമിഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത വർഷം നമ്മൾ 6 വീടുകളായിരിക്കും വെച്ചു കൊടുക്കുന്നത്. ഇത് കൂടെ ഉള്ളതായിട്ട് ഈ തിരുനാളിൽ നമ്മൾ 6 കല്ലുകൾ അടിസ്ഥാന ശിലകൾ ഭവനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന ശിലകൾ ആശീർവദിച്ചുകൊണ്ടായിരിക്കും തിരുനാൾ സമാപിക്കുന്നത്. ഈ വർഷം നമുക്കൊരു വീടിന് വേണ്ടിയുള്ള പെർമിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എയർപോർട്ട് സാങ്ഷൻ പ്രത്യേകമായിട്ടെടുത്താൽ മാത്രമേ നമ്മൾ അവിടെ സൈറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ചില വീടുകളുടെ ഏരിയ കുറവാണെങ്കിൽ അത് 2 നിലയായിട്ട് ചെയ്യേണ്ടി വരും. 2 നിലയായിട്ട് ചില സ്ഥലങ്ങൾ നമുക്ക് പണിയാനായിട്ട് സാധിക്കുന്നില്ല, എയർപോർട്ട് പെർമിഷൻ തരയാറില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രം നമ്മൾ അത് മറ്റുള്ള ആളുകളോട്ട് മാറ്റേണ്ടി വരും. മാക്സിമം നമ്മൾ ഈ രീതിയിൽ 2 നിലയായിട്ട് ഈ വർഷവും അങ്ങനെ കണ്ടുകൊടുക്കുന്നത്. 10 ലക്ഷം രൂപയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് നല്ല നല്ല ഭംഗിയുള്ള വീട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒറ്റ നില, ചിലത് 2 നിലയായിട്ട് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഭാഗമായിട്ടുള്ള തിരുനാൾ ഭവന പദ്ധതിയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 വർഷമായി ഈ അടുത്ത 3ാമത്തെ വർഷത്തേക്ക് കടക്കുന്നത്. ശിലാസ്ഥാപനം അടുത്ത വർഷം അത് 6 വീടിരുന്നു. കൊടിയേറ്റ് ദിവസമാണ് നമ്മൾ പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽ ദാനം നടത്തുന്നത്. കൊടിയേറ്റ് ദിവസം ഈ വർഷമുണ്ട്. ഈ വർഷം 4 വീടുകൾക്ക് താക്കോൽ ദാനം. വീടുകളൊക്കെ താമസിക്കുന്നു. ഓൾറെഡി 2-3 വീടൊക്കെ നമ്മൾ ബ്ലസ് ചെയ്തു. അവര് വാടകയ്ക്ക് കഴിയേണ്ട സാഹചര്യം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ അതേ ദിവസം അതിൻ്റെ ഒരു പ്രഖ്യാപനം എന്ന രീതിയിൽ നമ്മുടെ സഹായം നോക്കാൻ താക്കോലിന്റെ മാതൃക കൈമാറും. 4 വീടുകൾ ഗുണഭോക്താക്കൾ നമ്മൾ കൗൺസിലും പിന്നെ ഇവിടെയുള്ള ഡോർ ടു ഡോർ എന്താ പറയുന്ന സാമൂഹിക പ്രവർത്തകരുടെയൊക്കെ എല്ലാ പശ്ചാത്തലത്തിലും നമുക്ക് ഗുണഭോക്താക്കൾ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. ഇവിടെ പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അതിന് കുറേ ക്രൈറ്റീരിയ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് അവരുടെ ജോലി, അവരുടെ യങ് ചിൽഡ്രൻ ഉണ്ടായിരിക്കുക, ഗേൾ ചൈൽഡ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് വരുമാന സംവിധാനങ്ങളില്ലാത്തവർ, സാമ്പത്തികമായിട്ടുള്ളവർ, സെക്യൂരിറ്റി, മറ്റൊരു ഡയമെൻഷൻ, അങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളുടെ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഒരു ഗുണഭോക്താക്കളെ എന്താണ് പള്ളിയുടെ ഇലുമിനേഷൻ നമ്മൾ 14-ാം തീയതിയാണ് കൊടിയേറ്റ്. അതേ ദിവസം നമ്മൾ അന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കൊടി കയറ്റുന്ന അവസരത്തിൽ തന്നെ നമ്മൾ ഇലുമിനേഷൻ അത് നമുക്ക് ടെസ്റ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. വ്യാഴാഴ്ച നമ്മൾ ടെസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല. വ്യാഴാഴ്ച ഈവനിങ്ങിൽ ലൈറ്റിന്റെ ആള് ഇപ്രാവശ്യം വേറൊരു കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റിയോടുകൂടി പിക്ചർ കിട്ടാൻ വേണ്ടി കൊടിയേറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏകദേശം കൊടി പകുതിയിലെത്തുമ്പോഴേക്കും പള്ളിയുടെ ഫുൾ ലൈറ്റ് ഓണാകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് കൊടിയേറ്റും പള്ളി ബാക്ക്ഗ്രൗണ്ടും കൂടെ ആയിട്ട് ഫോട്ടോ കവറിയാൻ കഴിയും. സാറ് പറഞ്ഞത് തലേ ദിവസം നമുക്കൊരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെന്തായിരുന്നാലും വ്യാഴാഴ്ച വൈകുന്നേരം മീഡിയ നമ്മുടെ പാരിഷ് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ കഴിഞ്ഞ വർഷം പൊതുവെ ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് പലരെയും വിളിച്ചാലും എനിക്ക് തോന്നുന്നു എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് പുതിയ സെക്രട്ടറിയാണ്, അറിയാം. മീഡിയയുടെ ചാർജ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അത് ഞങ്ങളെ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കൂടുതൽ പിന്നെ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കാനും അതൊരു റിക്വസ്റ്റാണ്. കാരണം വെച്ചാൽ പിന്നെ നമ്മൾ ഈ തിരക്കൊക്കെ ആയി കഴിയുമ്പോൾ പലരും ഫോൺ എടുക്കാൻ പറ്റാത്തതും അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും, തിരക്കുമായി. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനും ഇച്ചിരൂടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും നല്ല നിർദ്ദേശമാണ്, നമ്മളത് ഫോളോ ചെയ്യാം. സാർ നമുക്കിപ്പോഴും ഒരു 5 ഫോൺ നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പം 5 പേര്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു മാഡം വന്നെന്ന് തോന്നുന്നു. മാഡം പത്രം ഏതാണ്? ഓൺലൈൻ. അപ്പോൾ അവരുടെ ഈ കോൺടാക്ട് നമ്പറോട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് അത് എടുക്കാം. എടുത്തിട്ട് നമുക്ക് ഇനി പേര് എഴുതാൻ രാജൻ സാറ്, രാജൻ ആരാണ്? പിന്നെ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈയിങ് ക്ലബ്ബുമായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 23-ാം തീയതി വൈകുന്നേരം തിരുനാൾ ദിവസം നമ്മുടെ തിരുനാൾ സമാപന കുർബാനയ്ക്ക് മുമ്പായിട്ട് ഫ്ലൈറ്റ് നമ്മുടെ അറബിക്കടലിൽ ആ ദിശയിൽ നിന്ന് വന്നിട്ട് തീർത്ഥാടകരെയും അതുപോലെ തന്നെ ഈ സന്നിധാനത്ത് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് ഒരു നേർച്ച പോലെ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആ ഒരു സംവിധാനം പണ്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അത് ഈ വർഷം പുതിയ ഭരണസമിതി അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന്റെ പ്രൊസീജിയർ പ്രോട്ടോകോൾസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ നോട്ടീസിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഗവൺമെന്റിന് ഏകദേശം എല്ലാ NOCകളെല്ലാം ഏകദേശം കിട്ടി. ഇനി കളക്ടറേറ്റിൽ നിന്ന് കളക്ടറുടെ ഒരു ഉത്തരവ് കൂടെ വേണം അതിന്. ബാക്കിയെല്ലാം അതുകൊണ്ട് നമ്മൾ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു പ്രോഗ്രാം. 25-30 വർഷമാകും. അതിന് മുമ്പ് സ്ഥിരമായിട്ട് ഞങ്ങൾ നടത്തിക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴുള്ള ഈ തലമുറയ്ക്ക് അധികം ഓർമ്മയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ അറിയാം. വളരെ ഒരു 10-25 വർഷമായി രാജീവ് ഗാന്ധി ഗതാഗത ക്രമീകരണം KSRTC ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിപ്പോകളിൽ നിന്നും സ്പെഷ്യൽ ബസ് റിട്ടാർഡിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ എന്താ പറയുന്നത് സ്പെഷ്യൽ സർവീസുകൾ ഈ മേഖലയിൽ നമുക്കറിയുന്ന പോലെ ഇലക്ട്രിക് ബസ് സർവീസ് കുറച്ചുകൂടെ സിറ്റിയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാനുള്ള സജ്ജീകരണമുണ്ട്. കൂടാതെ ഇവിടെ തന്നെ ഒരു നമ്മുടെ ATOയുടെ ട്രാൻസ്പോർട്ട് ഓഫീസേഴ്സിന്റെ ഒരു സേവനം നമുക്ക് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് എത്ര ബസ്സുകളാണ് കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമുക്ക് ഒരു കറക്റ്റ് ഒരു പ്ലാൻ അവർ നമുക്ക് തരാറുണ്ട്. പാർക്കിംഗ് ഇപ്പോൾ സാധാരണ ഉള്ള പോലെ തന്നെയാണ്. ഉള്ളത് ഗ്രൗണ്ടുകളിലാണ് പാർക്കിംഗ്. ഇപ്പോൾ മാർക്കറ്റിന്റെ ആ ഭാഗത്ത് നമ്മുടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്ന ഒരു പഴയ ബിൽഡിംഗ് ആയിരുന്നു, നമ്മൾ ഡിമോളിഷ് ചെയ്തു. അവിടെ ഇപ്പം വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഇപ്പം പുതിയതായിട്ട് വന്നു. അതുകൂടെ നമുക്ക് അവിടെ നമ്മൾ 2 വീലേഴ്സിന് വേണ്ടിയാണ് കൂടുതൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറെ എന്തെങ്കിലും സാർ? എല്ലാവർക്കും